കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ വിശേഷങ്ങളാണ് ഇന്ന് ജനഹിതത്തിൽ. നമസ്കാരം. ജനഹിതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനഹിതവുമായി ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലാണ്. ഇവിടെ ശക്തമായ ഒരു ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ എല്ലാവർക്കും ഭീഷണി കൊടുത്ത് സ്വന്തം സ്ഥാനാർത്ഥി അടക്കം ഈ വാർഡിൽ മത്സരരംഗത്തുണ്ട്. UDF-നായി റഹ്മത്ത് പരവരിയാണ് ജനവിധി തേടുന്നതെങ്കിൽ LDF-നായി സക്കീർ കൊടിഞ്ഞിപ്പുറത്ത് മത്സരരംഗത്തുണ്ട്. BJP-ക്ക് അല്ലെങ്കിൽ NDA-ക്കായി ചന്ദ്രൻ മൂലയിലാണ് മത്സരരംഗത്തുള്ളത്. ഈ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഭീഷണിയായി തന്നെ വളരെ മികച്ച പ്രകടനവുമായി മുന്നോട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി P. കുട്ടിയസനും മത്സരരംഗത്തുണ്ട്. ഈ 4 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി റഹ്മത്ത് പരവരി പ്രചരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു യുവ ടീം തന്നെ കൂടെയുണ്ട്. റഹ്മത്തെ, എങ്ങനെ പോകുന്നു പ്രചരണം? വളരെ ശക്തമായ രീതിയിൽ നമ്മളെ UDF-ൻ്റെ ഏറ്റവും ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ 11-ാം വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF-ൻ്റെ തന്നെ കൊടിയത്തൂർ പഞ്ചായത്തിലെ ഒരു മികച്ച വിജയത്തിലേക്ക് ഈ 11-ാം വാർഡ് മാറും. അത് UDF-കാർക്ക് കൊടിയത്തൂർ പഞ്ചായത്തിൽ അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് ഈ ഒരു കൊടിയത്തൂർ പഞ്ചായത്തിൽ വിജയം വരും. പിന്നെ ആളുകളെ ഇടയിൽ നിന്നൊക്കെ നല്ലൊരു റെസ്പോൺസാണ്. അതായത് പഴയ കാലത്ത് നമ്മളിവിടെ നടത്തിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ അത് തന്നെ മതി. പിന്നെ നമുക്ക് പിന്തുണ എല്ലാ നിലക്കും പിന്തുണ ഉണ്ട്, യുവജന പിന്തുണ ഉണ്ട്, പിന്നെ അതുപോലുള്ള മറ്റു പിന്തുണകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടത്തിയിട്ടുള്ള നമ്മളെ പ്രളയങ്ങളാകട്ടെ, അല്ലെങ്കിൽ കോവിഡ് കാലങ്ങൾ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അതിനൊക്കെ മുമ്പ് വരൾച്ച കാലഘട്ടത്തൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിച്ചതിന് പ്രദേശമായിരുന്നു ഇത്. ഇവിടെ നടത്തിയിട്ടുള്ള ആ കാലഘട്ടങ്ങളിലെ നമ്മളെ സമഗ്രമായ ഒരു മുന്നേറ്റങ്ങളുണ്ട്. സാമൂഹ്യ ചുറ്റുപാടുകൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ എല്ലാ ഗുണഫലങ്ങൾ ഈ വാർഡിൽ നിന്ന് വോട്ടർമാരുടെ ഇടയിൽ നിന്ന് തന്നെ വലിയൊരു പ്രതീക്ഷ നമുക്ക് നൽകുന്നതാണ്. വലിയൊരു മുന്നേറ്റം ഇവിടെ UDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ജനഹിതമൊക്കെ ഇത്ര ഒരു യുവ ടീം കൂടെ ആരെയും കണ്ടില്ല. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയല്ല. അത് വലിയൊരു പ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മുതുപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശം ഒരു യുവജന കൂട്ടായ്മയ്ക്ക് എന്നും കൊടിയത്തൂർ പഞ്ചായത്തിൽ പേര് കേട്ടിട്ടുള്ള പ്രദേശമാണ്. അത് കലയായിരിക്കട്ടെ, കായികമായിരിക്കട്ടെ, മറ്റു വിനോദങ്ങൾ എല്ലാത്തിനും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളിൽ വരെ, അല്ലെങ്കിൽ അത് ഒരു സംസ്ഥാന ലെവലിൽ വരെ പിന്നെ മുന്നേറുന്നൊരു പ്രദേശമാണ് ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ. പിന്നെ മറ്റു നമ്മുടെ ചികിത്സാ സഹായം അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടുത്തെ ഒരു യുവ കൂട്ടായ്മ അത് എന്നും നിലനിൽക്കുന്നതാണ്. അത് എല്ലാ കാലത്തും ഈ ഒരു നമ്മുടെ തൃക്കളയൂർ ക്ഷേത്രവും പിന്നെ അതുപോലെ നമ്മുടെ മുള്ളമടക്കൽ ജുമാ മസ്ജിദൊക്കെ കൂടുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ ഏറ്റവും ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു യുവാക്കൾ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഒത്തൊരുമയോട് കൂടി എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ മുതുപ്പറമ്പ് പ്രദേശം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അത് കാണാം. അത് ഇതിന് മാത്രമല്ല, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് പ്രളയ കാലഘട്ടത്തിൽ എല്ലാം ഇവിടുത്തെ യുവാക്കൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് അതല്ല നാടിന് സംബന്ധിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പോരാളികളായിട്ട് ഈ ഒരു മുതുപ്പറമ്പ് പ്രദേശം മാറിയിട്ടുണ്ട്. അവരുടെ വളരെ അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രതീകമായി കൂടിയാണ് എൻ്റെ ഈ മത്സരം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ വികസന സ്വപ്നങ്ങളുണ്ട്. അവരുടെ മറ്റു ഒരുപാട് കായിക വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു കൊടിയത്തൂർ പഞ്ചായത്തിലെ ഒരു വ്യത്യസ്ത പ്രദേശമാണ് മുതുപ്പറമ്പ്. അപ്പോൾ അവരുടെ എല്ലാം പിന്തുണ ഒരു പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട്. അത് എല്ലാം വോട്ടിൽ പ്രതിഫലിക്കും. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രചരണം 1, 2, 3 ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. 2-3 ദിവസം മാത്രമേ പ്രചരണത്തിലുള്ളൂ. അപ്പോൾ ഈ വോട്ടർമാരോട് എന്താണ് പ്രത്യേകിച്ചായിട്ട് പറയാനുള്ളത് ഈ വാർഡിൽ? വോട്ടർമാരോട് പറയാനുള്ളത്, നമുക്ക് ഈ വാർഡിന് സമഗ്രമായ വികസനമാണ് ഇവിടുത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്നത്. അവർക്കൊരു മുന്നേറ്റമാണ് ആഗ്രഹിക്കുന്നത്. ഈ നാട് നാളെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക്, അതായത് നമുക്കറിയാം വികസന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലകൾ, ആരോഗ്യ മേഖലകൾ, ആ മേഖലകളെല്ലാം ശക്തമാകണമെന്നുള്ളത് ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു ആവശ്യമാണ്. ഈ ഒരു പ്രദേശം അതുപോലെ വികസിതമായി മുന്നേറണമെന്നും കൊടിയത്തൂർ പഞ്ചായത്തിലെ നമ്പർ 1 വാർഡായി മാറുമെന്നുള്ളത് അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. അത് ഇവിടെ നിറവേറ്റുക തന്നെ ചെയ്യും.
തീർച്ചയായിട്ടും വളരെ വിജയപ്രതീക്ഷ തന്നെയാണ്. അതെ, നല്ല വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അതായത് ഇവിടുത്തെ മത്സരരംഗത്ത് UDF-ന് ശക്തമായ മുന്നേറ്റമുണ്ട്. അത് വോട്ടായി തന്നെ പ്രതിഫലിക്കും. നല്ലൊരു മികച്ച വിജയം ഇവിടെ നേടുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും റഹ്മത്ത് വളരെ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഈ വാർഡിലെ മറ്റ് സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. കൊടിയത്തൂർ 11-ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സക്കീർ കൊടിഞ്ഞിപ്പുറത്ത് പ്രചരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഞായറാഴ്ച ദിവസം ഒരുപാട് ആളുകളുമായിട്ടാണ് പ്രചരണം മുന്നോട്ട്. ഏത് രീതിയിൽ പോകുന്നു പ്രചരണം? നല്ല രീതിയിൽ പോകുന്നു പ്രചരണം. വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെ കാണുന്നത്? ത്രികോണ മത്സരം ഇല്ലാന്ന് തന്നെ പറയാം. കാരണം നമുക്ക് 100% വിജയം ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രചരണം ഇപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും സ്ക്വാഡ് വർക്കായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഈ വാർഡിലെ വോട്ടർമാരോട് എന്താ പ്രത്യേകമായി പറയാം? വോട്ടർമാരോട് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങളൊപ്പരം സദാ ടൈമും ഉണ്ടാവും. നിങ്ങൾ ഏത് ടൈമും വിളിച്ചാലും അവിടെ എത്തും. നമ്മൾ കൊറോണ ടൈമൊക്കെ വിലൊപ്പരം ഉണ്ടായിരുന്നു. സാധാ എല്ലാവരും ഓല അതേമാതിരി തന്നെ നമ്മൾ കാണുന്നത്. നമ്മളെ ഓല പെരക്കാരാതി തന്നെ നമ്മൾ ഓല കാണുക. ഓല അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. 100% സപ്പോർട്ടാണ്. ജനങ്ങളുടെ ഒരു പ്രതികരണം ജനങ്ങളുടെ പ്രതികരണവും അങ്ങനെ തന്നെയാണ്. 100% നിങ്ങൾ നിൽക്കണം കഴിച്ചിലാവുന്ന തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. 100% നമുക്ക് സപ്പോർട്ടാണ്. ഒരു ആശങ്ക പോലും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി തെരഞ്ഞെടുപ്പ് ബാക്കിയുള്ളൂ. അപ്പോൾ ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകും? മുന്നോട്ട് ഇപ്പോൾ പോയ അതേമാതിരി തന്നെ ഞങ്ങൾക്ക് ലാപ്സായിട്ട് ജയിക്കുന്നുള്ള 100% ഉറപ്പുണ്ട്. ഞങ്ങൾ എന്നാലും ഓരോ വോട്ടർമാരെ മുന്നിൽ കാണുക എന്നുള്ള ലക്ഷ്യമാണ്. കാണാത്ത ആൾക്കാരെ മുന്നിൽ പോയി കണ്ടുകേട്ട് ഓരോരുത്തരോടും വിട്ടു പോകാതെ എല്ലാവരും നമ്മളെ പെരക്കാരാതി നമ്മളെ വീട്ടുകാരാതി നമ്മളെ വിജയിപ്പിക്കണമെന്ന് പറയാം. എല്ലാവരും നമുക്ക് 100% സപ്പോർട്ടാണ്. അപ്പോൾ യുവാക്കളൊക്കെ ഒരുപാടുള്ള വാർഡാണ്. അവർക്ക് പ്രത്യേകം എന്താ അവരോടെന്തോ പറയാനുണ്ടോ? അവരോട് പറയാനുള്ള കഴിഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കണം. നിങ്ങളെ കൂടെ നമ്മൾ സദാ ടൈമും ഉണ്ടാവും. എല്ലാത്തിലും ഓല കൂടെ ഓല എന്തിന് നമ്മൾ ഒപ്പരം ഉണ്ടാവും എന്നുള്ള വാഗ്ദാനമാണ് ഓലും തന്നെ. നമ്മൾ അതേമാതിരി തന്നെ ഓലക്കും വാഗ്ദാനം. ഓലൊപ്പരം തന്നെ നമ്മളും ഉണ്ടാവും. ഓല അതേമാതിരി എന്നുള്ള ഇതാണ് നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ട് എന്തെങ്കിലും വാഗ്ദാനങ്ങളോ എന്തെങ്കിലും ഈ വാർഡിൽ പ്രത്യേകം എടുത്തു പറയാൻ എടുത്തു പറ്റി കൊടുക്കാനൊന്നുമില്ല. പക്ഷേ എല്ലാ റോഡും കൊടിയത്തൂർ പഞ്ചായത്തിലെ എല്ലാ റോഡും മോശമാണ്. ഈ ഭരണവും ഈ 5 കൊല്ലം വളരെ മോശമായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മളോട് നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളോട് ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാവരും നാട്ടിൽ ആരിൽ ഒരുവനായി നമ്മളുണ്ടാവും. അപ്പോൾ പ്രചാരണമൊക്കെ ആ രീതിയിൽ തന്നെ ആൾക്കാരുടെ സപ്പോർട്ട് തന്നെയാണ്. 100% സപ്പോർട്ട് തന്നെ. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങളൊപ്പരല്ല ഒരാൾക്കും ഒരു ആശങ്കയില്ല. ഞങ്ങൾ നോക്കി എല്ലാവരും മുഖത്ത് നോക്കി നല്ല സന്തോഷമാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ ഇതാണ്ടില്ല. നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു 11-ാം വാർഡ് അല്ലെങ്കിൽ പഴയ 10-ാം വാർഡ് ഇടതുപക്ഷത്തിന്റെ കൈകളിൽ എത്തുമെന്നുള്ള പ്രതീക്ഷ 100% കിട്ടുന്നുള്ള ഉറപ്പാണ്. എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഇനി വേറെ ഒരു 10-100 ആളുകൊണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കി. നിങ്ങൾ തന്നെ ഒരു കണക്കെടുത്ത് നോക്കി. നിങ്ങൾക്ക് കിട്ടും. LDF 100% വരുള്ളൂ. നിങ്ങൾ ഇനി പന്നിക്കോടുന്നോ ചുള്ളിക്കാർന്നോ നമ്മളെ ഈ വാർഡിൽ നിന്ന് നിങ്ങൾ 10-20 ആളോട് ചോദിച്ചു നോക്കി. ഓല് പറയൂ എങ്ങനെ ആയാലും ഒന്നാടെ ഈ വാർഡ് LDF കിട്ടുള്ളൂ. ഇപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരുപാട് ഈ വാർഡിലുണ്ടല്ലോ. കുടിവെള്ളം പോലത്തെ പ്രശ്നം, അതിനൊക്കെ എന്തെങ്കിലും പരിഹാരം കാണാം? അത് മുതുപ്പറമ്പ് നഗറിൽ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമം. കവലയുടെ ഭാഗത്തുണ്ട്. അതിന് ഞങ്ങൾ ജയിച്ചാലും എങ്ങനെ വന്നാലും ഞങ്ങൾ 100% ജയിക്കുന്നതാണ്. പിന്നെ ജയിച്ചാലും എന്നുള്ളത് നമ്മൾ പറയേണ്ടില്ല. കുടിവെള്ളത്തിന് നമ്മൾ പരിഹരിച്ചിരിക്കും. മുതുപ്പറമ്പ് നഗറിൽ ഞങ്ങൾ വാഗ്ദാനം ഓലോണ്ട് പറയാണ്. എന്ത് വന്നാലും അത് നമ്മൾ പരിഹരിക്കും. തീർച്ചയായിട്ടും ഷക്കീർ വളരെ മികച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. ഇത്തവണ ഈ വാർഡ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. 11-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇരു മുന്നണികൾക്കും വളരെയധികം ഭീഷണിയായി ശക്തമായ മത്സരം നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നേറുന്ന പി കുട്ടിയസൻ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെ പോകുന്നു ഈ വാർഡിലെ പ്രചരണ പ്രവർത്തനം? ഈ വാർഡിലെ പ്രചരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം 35 വർഷമായി ഞാൻ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനം അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഈ വാർഡിനെ സംബന്ധിച്ച് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ 2 പ്രാവശ്യമായി എൻ്റെ ഭാര്യ മെമ്പറായിരുന്നു. ആ വികസനമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനും BJPയുടെ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ മറ്റ് വാർഡുകളിൽ നിന്ന് ഇവിടെ വന്നതാണ്. അത് ജനങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും 60 വയസ്സ് കഴിഞ്ഞ 60 തൊട്ട മുഴുവൻ ജനങ്ങൾക്കും അർഹതപ്പെട്ട പെൻഷൻ നൽകുവാനെന്ന് ഈ വാർഡിൻ്റെ കൊടിയത്തൂർ പഞ്ചായത്തിൽ തന്നെ ഒരു അഭിമാനം നേടിയ വാർഡാണിത്.
അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ പ്രദേശത്തെ 2-3 കോളനികൾ ഉൾപ്പെട്ട പ്രദേശമാണ് ഈ 11-ാം വാർഡ് കാരാളിപ്പറമ്പ് എന്ന് പറയുന്നത്. ഈ കോളനിയെ സംബന്ധിച്ചിട്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ എന്നെ 35 വർഷത്തിൻ്റെ ഇടയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ മുൻകരുതൽ എന്ന നിലയിൽ ഈ വീട് കയറി ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ഒരു വികാരം അതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സംതൃപ്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ജയം വളരെ സുരക്ഷിതമാണ് എന്നാണ് ജനങ്ങളുടെ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഈ വാർഡിലെ വോട്ടർമാരോട് പ്രത്യേകിച്ചായിട്ട് പറയാനുള്ളത്? ഈ വാർഡിലെ വോട്ടർമാരെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എന്നെ അറിയാത്ത വോട്ടർമാരില്ല. എന്നാലും ഈ വാർഡിലെ ഒട്ടനവധി വികസന പ്രവർത്തനം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം, പാവപ്പെട്ടൊരു തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഈ 11-ാം വാർഡ്. അത് സംബന്ധിച്ച് ഈ വോട്ടർമാരുടെ ഇടയിൽ ഇറങ്ങി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ട് നീ അല്ലാതെ അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൈവിടില്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആയാലും അല്ലെങ്കിലും 35 വർഷക്കാലം നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് വോട്ടാക്കി മാറ്റാനും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഞാനുണ്ടാവും. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ വെള്ളപ്പൊക്കം നിങ്ങൾക്കറിയാം, 2019 വെള്ളപ്പൊക്കം ഉണ്ടായി, കോവിഡുണ്ടായി. ആ സമയങ്ങളിലൊക്കെ ഇവരെ ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വോട്ടായി മാറിക്കൊണ്ട് ഞാൻ ഒരു വൻ വിജയം എത്തുമാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ 2-3 മുന്നണികൾക്കെതിരെ സ്വതന്ത്രമായി മത്സരിക്കുക, ഒരു നല്ല ടീം ഇപ്പോഴും കൂടെ ഉണ്ടല്ലോ, അത് തന്നെയാണ് വിശ്വാസം? എൻ്റെ വിശ്വാസം ഞങ്ങൾക്കറിയാം 2015-20 കാലഘട്ടത്തിൽ 20 എൻ്റെ ഭാര്യ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല തരംഗമാണ് ഈ 11-ാം വാർഡ്. അതാണ് ഏറ്റവും എൻ്റെ പ്രതീക്ഷ. മുന്നണികൾ എന്തായാലും എനിക്ക് പ്രശ്നമല്ലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ എല്ലാ വാർഡുകളും ഉണ്ടാവില്ല, ഈ വാർഡിൽ യുവാക്കളോട് എന്താ പറയാ? ഈ വാർഡിൽ യുവാക്കൾ അവർ പറഞ്ഞ ഒരു ഗ്രൗണ്ടിൻ്റെ പ്രശ്നമാണ്, വർഷങ്ങളായി പറയുന്ന ഒരു ഗ്രൗണ്ടിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ 1 ലക്ഷം രൂപ വകയിരുത്തിയും പക്ഷേ പഞ്ചായത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായും അതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനും അതുപോലെ തന്നെ യുവാക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനൊക്കെ ഞാൻ പരക്ക പരിഹാരം നൽകാനും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പ്രചരണം ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? പ്രചരണം നമ്മൾ 3 റൗണ്ട് വീട് കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്ലിപ്പ് നൽകിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല ഒരു കാര്യമാണ്. ജനങ്ങൾക്കറിയാം കുട്ടിയസൻ ആരാണെന്നും കുട്ടിയസൻ ജീവിത ചരിത്രം എന്താണെന്നും ഈ ജനങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ വിജയം സുനിശ്ചിതമാണ്? ഓ, സംശയമൊന്നുമില്ല, വിജയം സുരക്ഷിതമാണ്. തീർച്ചയായിട്ടും ഇരു മുന്നണി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും വളരെ ഭീഷണി ഉയർത്തി തന്നെയാണ് കുട്ടിയസന്റെ പ്രചരണം. ജനഹിതവുമായി മറ്റ് വാർഡുകളിലേക്ക് പോകാം. മൂന്ന് മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയപ്രതീക്ഷയിലുള്ള കൊടിയത്തൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ ജനഹിതം ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും അടുത്ത വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളിലേക്ക്.